ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് തോരൻ തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി കൂടിയാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ച് 2 വലിയ സവാള ചെറുതായി കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊഞ്ച് തോരൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കൊഞ്ചെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തോരനിലുള്ള വെള്ളമെല്ലാം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തോരൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കൊഞ്ച് തോരൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ.
ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക്